മൃഗസ്നേഹികൾ കാട്ടിൽ ചെന്ന് വോട്ട് ചോദിക്കണമെന്ന പരിഹാസവുമായി ഫ്ലക്സ് ബോർഡുകൾ. കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയിലാണ് നാട്ടുകാർ പ്രതിഷേധ ബോർഡുകൾ സ്ഥാപിച്ചത്. വോട്ട് ചോദിക്കാൻ മാത്രമാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും എത്തുന്നതെന്നും ഇത്തവണ ആർക്കും വോട്ടില്ലെന്നും വോട്ടേഴ്സ് പറയുന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളായ കോടഞ്ചേരി പഞ്ചായത്തിലെ കൂരോട്ടുപാറ, തുഷാരഗിരി മേഖലകളിലും തിരുവമ്പാടി പഞ്ചായത്തിലെ പൊന്നാങ്കയം, ആനക്കാമ്പൊയിൽ മേഖലകളിലും വന്യജീവി ശല്യം രൂക്ഷമാണ്. എന്നാൽ നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് അധികൃതർ കൈയൊഴിയുന്നതിലാണ് പ്രതിഷേധം. ഞങ്ങൾ ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ജീവിതം പൊറുതുകൊണ്ടിരിക്കുക. ഈ ജനപ്രതിനിധികൾക്കോ സർക്കാരിനോ ഈ കർഷകനെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവും ഇല്ല, അവർക്ക് യാതൊരു ചിന്തയില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കർഷകൻ വോട്ട് വാങ്ങിച്ച് ഇവർക്ക് ആ കസേര ഉറപ്പിക്കണമെന്നുള്ളതല്ലാണ്ട് കർഷകന് വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാർ. വോട്ടിന് വരുമ്പോൾ അവർക്ക് ഞങ്ങളോട് നല്ല ഇടപെടലാണ്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഗുണങ്ങളും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഏത് ഗവൺമെൻറ് ആയാലും ജീവിക്കാൻ, ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്തു തരണം. ആദ്യം ജീവൻ, എന്നിട്ടാവാം വോട്ട്. മൃഗാധിപത്യത്തെ പുൽകുന്നവർ കാട്ടിൽ ചെന്ന് വോട്ട് ചോദിക്കുക തുടങ്ങിയ വാചകങ്ങളുള്ള ബോർഡുകളാണ് വ്യാപകമായി സ്ഥാപിച്ചത്. വിവിധ പ്രാദേശിക കൂട്ടായ്മകളുടെ പേരിലാണ് ഫ്ലെക്സുകൾ. വോട്ടിന് വേണ്ടി മാത്രം ഇങ്ങനെ വരും. അതെ, ഞാൻ നാളെ എല്ലാം ശരിയാക്കാം, നാളെ എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വരും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വോട്ട് നമ്മൾ ബഹിഷ്കരിക്കുകയാണ്. വന്യജീവി ശല്യത്തിന് പരിഹാരമാകുന്നതുവരെ ആർക്കും വോട്ടില്ലെന്നാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖല പറയുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.